നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓഡിയോ ടേപ്സ് ഇല്ലേ, ഓഡിയോ ടേപ്സ് പാട്ട് കേൾക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന അതൊക്കെ നമുക്ക് കേട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ റീല് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് ശരിയാക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ടേപ്സ് ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല, പണ്ട് കാലത്ത് മാത്രം ഇറങ്ങിയിരുന്ന സംഭവമാണ്. ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഓരോ ടേപ്പുകൾ, അതിൻ്റെ പാട്ടുകൾ, അതിൻ്റെ ടേപ്പ് കാസറ്റ്സ് ആയിട്ട് ഇറങ്ങിയിരുന്നു. ഇപ്പോഴും ചിലതൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഹോളിവുഡിൽ ഈ അടുത്തിറങ്ങിയ മൈക്കിൾ എന്ന് പറഞ്ഞ മൈക്കിൾ ജാക്സൻ്റെ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയുടെ അതിൻ്റെ ഓഡിയോ ടേപ്സ് അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ ഇറങ്ങുന്നില്ല, മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ശരിയാക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കാസറ്റ്സ് ഒക്കെ പൊട്ടി കിടപ്പുണ്ട്. അതിൻ്റെ റീലിങ്ങനെ ബ്രോക്കൺ ആണ് ഇതൊക്കെ. അതുപോലെ ഇത് ഓൾറെഡി പൊട്ടിയിട്ട് ഒരു ദിവസം ശരിയാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഓക്കെ, നമുക്കൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമ്മൾ ടേപ്പ് പൊട്ടിച്ചിട്ട് ഇത് ശരിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഇതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണം, അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇതിൻ്റെ കാസറ്റ് ഇതിൻ്റെ ഉള്ളിൽ പോയിരിക്കുകയാണ്, ഇതിൻ്റെ മറ്റേ ഭാഗം ഇതിൻ്റെ ഉള്ളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് നമുക്കിത് അഴിച്ചെടുക്കാം. ഇതിൻ്റെ 5 സ്ക്രൂകൾ ഉണ്ടാവും, 5 സ്ക്രൂകൾ നമുക്ക് ഊരി മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ടോപ്പ് ഫ്രെയിം നമ്മൾ എടുക്കുകയാണ്, ടോപ്പ് ഫ്രെയിം എടുത്ത് മാറ്റി. ഓക്കെ ഇനി നമ്മൾ ട്വീസർ എടുത്തിട്ടാണ് ഇതിൻ്റെ ഇത് ശരിയാക്കുന്നത്. അപ്പോൾ ഇതാണ് കാസറ്റ്സ്. ഇപ്പോൾ ഇതിൻ്റെ റീല് ഇത് 90 മിനിറ്റിൻ്റെ കാസറ്റാണ്, അതാണ് ഇത്രയും ഡയമീറ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സൈഡ് നമുക്ക് ക്ലിയർ ആയിട്ട് കുറച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്ന് ഈ പുറത്തേക്ക് എടുക്കുക, ഇതും അതുപോലെ പുറത്തേക്ക് എടുക്കുക. ഉണ്ടോ, ഇതിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഇത്രയും റീല് നമുക്ക് വേസ്റ്റാണ്, ഇത്രയും റീല് നമുക്ക് ഉപയോഗമില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കട്ട് ചെയ്യാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും കട്ടായി പോകും, അപ്പോൾ അത്രയും നമുക്ക് വേണ്ട. അത് ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുക, കാരണം ഇത്രയും ഭാഗം യൂസ് ഇല്ല, ഇത്രയും ഭാഗം ക്ലാരിറ്റി ഇല്ല. പിന്നെ നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല, അത് വീണ്ടും റോളറിലൊക്കെ ചുറ്റിപ്പിരിഞ്ഞ് കേടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഇതും അതുപോലെ നല്ല ഭാഗങ്ങൾ മാത്രം കീപ്പ് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്യുക. ഓക്കെ, ശരി. ഇനി നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെയിം പൊസിഷനിൽ ചുറ്റുക, ഇതിൻ്റെ അതേ പൊസിഷനിൽ തന്നെ ഇതും ചുറ്റുക. ഓക്കെ, പൊസിഷൻ ചുറ്റുക. ഇത് രണ്ടും ഒരേ സൈഡിൽ തന്നെ വരണം. ഓക്കെ, ഈ സൈഡും ഈ സൈഡും. എന്നിട്ട് ഈ ഒരു എന്താണ് പറയുക, ഈ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഇവിടേക്ക് ഇത് കൊണ്ടുവരാം. ഈ ഒരു മെഷീൻ ഇതുള്ളതുകൊണ്ട് വളരെ എളുപ്പമാണ്. ഇങ്ങനെ കൊണ്ടുവരാം, ഇതിൽ തന്നെ അതൊരു ഫ്ലാറ്റാക്കി വയ്ക്കുക. നമ്മൾ ഫിലിം റീൽസൊക്കെ, സിനിമ റീൽസൊക്കെ ഒട്ടിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ഇത്. ഓക്കെ, കൃത്യമായിട്ട് എത്രത്തോളം ഉണ്ടെന്ന് അറിയാം, ക്ലിയർ ആയിട്ട് അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്നിട്ട് നമുക്കിതൊരു ടേപ്സിൻ്റെ എൻഡ് കണ്ടുപിടിച്ചിട്ട് ഇത് വയ്ക്കുക. ഇത് ഏകദേശം ഫ്ലാറ്റ് ആകുമ്പോൾ വയ്ക്കുക. ഓക്കെ, എന്നിട്ട് അടുത്ത റീൽ എടുക്കുക, ഇത് പൊക്കുക, ഏകദേശം ഫ്ലാറ്റ് ആവുന്ന രീതിയിൽ വയ്ക്കുക. ഇത് എക്സാക്റ്റ് ഒന്നും ആയില്ലേലും കുഴപ്പമില്ല. പിന്നെ ഇത് ഇങ്ങനെ പൊട്ടിക്കണ്ട, അങ്ങനെ പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സൈഡൊക്കെ അതിൻ്റെ കൂടെ ഇരിക്കും. നമുക്ക് കത്തിലോട്ട് തന്നെ കട്ട് ചെയ്ത് നീക്കാവുന്നതാണ്. ഈ ഒരു ചെറിയ ഭാഗം കൂടെ കത്തിലോട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് നീക്കാവുന്നതാണ്. ഓക്കെ, ആ വീതി കറക്റ്റായിട്ട് ഒട്ടിക്കുക. ഇനി നമുക്ക് ഇത് റീസെറ്റ് ചെയ്യാം. ഇത് റീസെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സാധനം ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഓക്കെ, ഇത് നമുക്കൊന്ന് സോഫ്റ്റാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ സോഫ്റ്റാക്കി എടുക്കാനായിട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഐസോപ്രോപ്പൈനോ എന്തെങ്കിലും ആൽക്കഹോൾസ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ രണ്ടും ഒരേ സൈഡിൽ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ, അത് സെറ്റായി. ഇനി ജസ്റ്റ് ഇത് റീല് നമുക്ക് ചുറ്റിയെടുക്കാം. ചുറ്റാനായിട്ട് എളുപ്പം തോന്നുന്നു ഇതിട്ട് ചിരിക്കലാണ്. ഓക്കെ, എന്നിട്ട് ഇത് അതിൻ്റെ ട്രാക്കിലേക്ക് വെക്കണം. പോകാനൊരു ട്രാക്ക് ഉണ്ട്, ആ ട്രാക്കിലേക്ക്
കാസറ്റ്സ് കൃത്യമായിട്ട് വയ്ക്കുക. അത്ര തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതങ്ങനെ പൊക്കോളും. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ടോപ്പ് കവർ ഇടാം. ടോപ്പ് കവറിന് മുമ്പ് ഒരു സ്ലീവ് ഉണ്ട്, ഒരു ടോപ്പ് കവറിന് മുമ്പ് ഒരു ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ ആയിട്ടൊരു സാധനമുണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്കിതിന് പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ സിസ്റ്റത്തിനകത്ത്. ഇതൊരു ഇപ്പോൾ നമ്മൾ ശരിയാക്കിയിരിക്കുകയാണ്. അതിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. ഇനി ഇതുപോലത്തെ വീഡിയോസും അതുപോലെ തന്നെ നമ്മൾ ഓഡിയോ സിസ്റ്റങ്ങളും ഒക്കെ പരിചയപ്പെടുന്ന ഒരു വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം. ബൈ.